കാലം ത്രേതായുഗം. ക്ഷത്രിയ വംശത്തെ മുഴുവൻ സംഹരിച്ചതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ ഭാരതമൊട്ടാകെ രുദ്രചൈതന്യമായ ശിവലിംഗം സ്ഥാപിക്കുകയുണ്ടായി. തന്റെ കർത്തവ്യം കഴിഞ്ഞ് മഹേന്ദ്രഗിരിക്ക് മടങ്ങുന്ന വഴി പരശുരാമൻ ഒരു ഗ്രാമത്തിൽ കുറച്ചു ദിവസം താമസിച്ചു. ഇടുമ്പവനത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന ആ ഗ്രാമത്തിൽ രാക്ഷസന്മാരുടെ ആക്രമണം തുടരെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം പരശുരാമൻ ആ സ്ഥലം രാക്ഷസ വിമുക്തമാക്കി. പിന്നീട് പരശുരാമൻ അവിടുത്തെ നാട്ടുകാർക്ക് കളരി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പരശുരാമൻ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. തന്റെ ശിഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന രാമനാഥൻ പരശുരാമനോട് അവിടെ തന്നെ ശിഷ്ടകാലം നിൽക്കാൻ നിർബന്ധിച്ചു. രാമനാഥന്റെ ഉദ്ദേശം മനസ്സിലായ പരശുരാമൻ രാമനാഥനൊരു ഗ്രന്ഥം കൈമാറി. എന്നിട്ട് പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ കുറച്ച് ബ്രാഹ്മണർ വരും. അവർക്ക് ഈ ഗ്രന്ഥം കൊടുക്കണം. ഈ ഗ്രന്ഥം ഒരു മഹത്തായ ആയുധമാണ്. കാലാന്തരത്തിൽ എപ്പോൾ വീണ്ടും അധർമ്മം തല ഉയർത്തുന്നു, അന്നീ ആയുധം ഈ നാടിനെ രക്ഷിക്കും. ആ ആയുധത്തിന്റെ പേരാണ് ഭാർഗവശസ്ത്രം. പിൽക്കാലത്ത് രാമനാഥൻ വീതിയിൽ സ്ഥാപിച്ചു. പല രാജാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ പടയോട്ടത്തിൽ രാമനാഥന്റെ പിന്മുറക്കാരായ കുറുപ്പന്മാരെ ആശ്രയിച്ചു. പണവും പട്ടവും പെരുകിയപ്പോൾ അധികാരമോഹം തലക്കി പിടിച്ച പടക്കുറുപ്പന്മാരിലെ വലിയ ശതമാനം കുറുപ്പാക്കങ്ങൾ ദുരാചാരങ്ങളിലേക്ക് തിരിഞ്ഞു. അധികാരത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധത്തിൽ കുറെ പേർ മരിച്ചു വീണു. തങ്ങളും ഭാർഗവശസ്ത്രത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതാർക്കും കണ്ടെടുക്കാൻ സാധിച്ചില്ല. കുറുപ്പന്മാരുടെ കുലാന്ത്യത്തിന് ശേഷം അവശേഷിക്കുന്നത് 2 പേര് മാത്രമാണ്. അതിലൊരാൾ താമസിക തന്ത്രങ്ങൾ പ്രാവീണ്യം നേടിയ വിരൂപൻ, തന്റെ ലക്ഷ്യങ്ങൾ നേടിയടക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. മറ്റൊരാളാവട്ടെ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നറിയാണ്ട് അലയുന്നൊരാൾ, രാമനാഥന്റെ യഥാർത്ഥ പിൻഗാമി കേശവക്കുറുപ്പ്. ഈ ദിനം കേശവന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ചുരുളഴിക്കുമോ? കണ്ടു തന്നെ അറിയാം. കേശവ, നീ എവിടെ? കേശവ, 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 നീ എവിടെ? കേശവ. ഗോപിക,
പരമേശ്വരൻ തിരുമേനി, അച്ഛൻ ഇവിടെ ഇല്ല. ഞാനൊരു ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞിരുന്നു തന്നെ സഹായിക്കണമെന്ന്. ഗോവിന്ദ, കഴിഞ്ഞ ദിവസം മനക്കിലെ ഗോപിയുടെ രൂപമല്ലേ? അതെ. മായയാണ്, വിരൂപന്റെ മായ. താനിവിടെ വന്നപ്പം മൊത്തം അനിഷ്ടങ്ങളാണല്ലേ? നീ ഇവിടുന്ന് പോയപ്പോ ഉണ്ടായിരുന്ന വിരൂപനല്ല അവനിപ്പോ. തീവ്രമായ തന്ത്രോപാസനയിൽ കൂടെ അവന് താമസികമായ ശക്തികളെ വരുതിയിലാക്കാൻ കഴിഞ്ഞു. അതിന്റെയൊക്കെ ഫലമാണ് ഇതെല്ലാം. നിന്റെ കുലത്തിന്റെ അന്ത്യം, അതാണ് അവന്റെ ലക്ഷ്യം. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഞങ്ങളുടെ കുലം തന്നെയല്ലേ? ആ വിചാരം അവനില്ല. നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ഏറ്റവും ഉയർന്ന തന്ത്രോപാസകനായ എന്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും അവൻ കേട്ടില്ല. പിന്നെയാണോ നമ്മള്? ഭയം നിന്നിട്ട് കാര്യമില്ല കേശവ. നിന്നെ ഇല്ലാതാക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. ആ ശ്രമത്തിലാണ് ഗോപിക മരിച്ചത്. എന്നിട്ടും നിനക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ വരാം ഗോവിന്ദ. നിന്നെ ഒരു ശക്തി രക്ഷിക്കുന്നുണ്ട് കേശവ. എനിക്കൊന്നും മനസ്സിലാവണ്ട ഗോവിന്ദ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിനക്കത് മനസ്സിലാവും. ഇന്ന് തന്നെ ഭൈരവോപാസന ആരംഭിക്കണം. ഇത്രയൊക്കെ മന്ത്രസിദ്ധി ഉണ്ടായിട്ടും എനിക്ക് അവനെ ഒന്ന് തൊഴാൻ പോലും പറ്റുന്നില്ലോ. കൂടാ, അവന്റെ പുറകെയുള്ള ശക്തിയെക്കുറിച്ച് നിനക്കൊരു ഗ്രാഹ്യവുമില്ല. എങ്കിലും ഈ കരികാലത്തിൽ അവന്റെ രക്ഷയില്ല. നീ ഒരു പൂടൻ തന്നെ വിരൂപ. നീ കണ്ടതല്ലേ അവന്റെ ശക്തി എന്താണെന്ന്? അപ്പോ ഈ ഭാർഗവ ശസ്ത്രം? അതെ, അവൻ തന്നെയാണ് ഭാർഗവ ശസ്ത്രം.